നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 84ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ 1 മന്ത് ടൈം ഫ്രെയിം, പിന്നെ 1 വീക്ക്, പിന്നെ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നമ്മൾ നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നടത്തും. അപ്പോൾ അവിടെ നമ്മൾ നല്ല സപ്പോർട്ട് റീജൻസ്, നല്ല റെസിസ്റ്റൻസ് റീജൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അതനുസരിച്ച് നമുക്ക് നല്ല സ്വിംഗ് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് മാർച്ചിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെയാണ് ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു മാസം തന്നെ 15,700 റീജിയൻ വരെ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,287 പോയിന്റിലാണ്. അപ്പം ഏകദേശം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ മാസത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്ലോസിങ് തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റിലെ ഒരു നല്ല റെസിസ്റ്റൻസ് റീജിയൻ മന്ത്ലി വ്യൂവിൽ നമുക്ക് 15,700 റീജിയനും നല്ലൊരു സപ്പോർട്ട് റീജിയൻ 15,700ഉം നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ 18,600 റീജിയനായ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈയും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വീക്ക്ലി വ്യൂവിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി വ്യൂവിൽ കാണാൻ സാധിക്കും നല്ല കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ആഴ്ചയും ഈ കഴിഞ്ഞ ആഴ്ചയും അതിമനോഹരമായിട്ട് നല്ല ബുള്ളിഷ് മൊമെൻറ്റം ഉള്ള ക്യാൻഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഈ ക്യാൻഡിലിൽ നിന്ന്. അപ്പം തീർച്ചയായിട്ടും ഇനി 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ചാനലിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഈ ഒരു ചാനൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഈ ഒരു റീജിയണിൽ നമുക്ക് നല്ല ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ആ ഒരു റീജിയണിൽ തന്നെ മാർക്കറ്റ് ഫുൾ ടൈം ട്രേഡ് ചെയ്തു. അവിടെ നിന്ന് ഒരു റിവേഴ്സലൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ മുമ്പോട്ട് ഒരു മന്ത്ലിയിലും വീക്കിലിയിലും ഡെയിലിയിലും നമുക്കൊരു ബുള്ളിഷ് സിഗ്നൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നല്ല സ്വിംഗ് എൻട്രീസും ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് മാത്രം സ്വിംഗ് എൻട്രീസിൽ എൻട്രി എടുക്കുക. അപ്പം ഇനി ഈ ഒരു റീജിയണിൽ നിന്ന് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനാണ്. ഈ ഒരു 17,700 റീജിയൻ, ഈ ഒരു റീജിയനിൽ സപ്പോർട്ടും അതുപോലെ തന്നെ റെസിസ്റ്റൻസും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്ത റീജിയനാണ്. അപ്പം ഇത് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് റീജിയൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് റീജിയൻ 18,300-350 റീജിയനാണ് ഈ ഒരു റീജിയൻ. അതുപോലെ തന്നെ അതിന് മേളിലുള്ള റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ആയ 18,600-650 റീജിയൻ അപ്സൈഡ് മൊമെൻറ്റം. അപ്പം ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ പോയിട്ട് ഇങ്ങനെ ചെറിയ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ഇത് ബ്രേക്ക് ഔട്ട് തന്ന് അപ്സൈഡ് മൊമെൻറ്റം തരാം. അതല്ല ഇൻ കേസ് താഴോട്ടൊരു ചെറിയൊരു മൊമെൻറ്റം ഒരു കറക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വരുന്ന സപ്പോർട്ട് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനാണ്. ഈ ഒരു 16,900 റീജിയൻ, 16,850-900 റീജിയൻ. കാരണം ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ഈ ഒരു മാസത്തിൽ ഈ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ഇങ്ങനൊരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റിൽ വീണ്ടും അപ്സൈഡ് മൊമെൻറ്റം തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ചാനലിൽ തന്നെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു റീജിയൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാർക്കറ്റിൽ മുമ്പോട്ട് വരുന്ന ന്യൂസസ് തീർച്ചയായിട്ടും എല്ലാ ദിവസവും പഠിക്കുക. അപ്പോൾ നല്ല പോസിറ്റീവ് ന്യൂസസ് ആണ് വരുന്നത്. ബാക്കിയുള്ള ഇൻഡെക്സ്, അതായത് ബാക്കിയുള്ള മാർക്കറ്റ്, ഫോറിൻ മാർക്കറ്റ്, അതിൻ്റെയൊക്കെ നല്ലൊരു പോസിറ്റീവ് നമ്പർ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം തരാം. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റോക്സിലും തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നല്ലൊരു റിട്ടേൺ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനകത്ത് എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് കുറച്ച് സ്റ്റോക്കുകൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. നല്ലൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ന്യൂസസും കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം തരാം. അപ്പോൾ ഇത് എൻ്റെ അനാലിസിസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജി.